ഇല്ലാത്തതെല്ലാം എഴുതിയുണ്ടാക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സന്യാസ ജീവിതത്തിലെ ശ്രേഷ്ഠത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അതൊരിക്കലും ആരുടെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയല്ല. നമ്മുടെ പ്രിയപ്പെട്ട കന്യാസ്ത്രീമാരെ അപമാനിക്കാതെ ഇനിയും അവരെ പ്രതി നമുക്കൊന്ന് അഭിമാനിച്ചാലോ? ഒന്നോ രണ്ടോ മക്കളെ നോക്കുന്നിടത്ത് 124 മക്കളെ നോക്കി വളർത്താനായിട്ടുള്ള ആത്മബലം ഞങ്ങൾക്ക് നൽകുന്നത് ഞങ്ങളുടെ സന്യാസമാണ്. ഈ മക്കളെ എല്ലാവരും ഉപേക്ഷിച്ചാലും തമ്പുരാൻ്റെ കണ്ണിലെ ഈ മക്കൾ ശ്രേഷ്ഠരാണ്. ഒന്നിനും ഞങ്ങളുടെ വിളിയെ തകർക്കാൻ സാധിക്കുകയില്ല. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സ്നേഹവും സമാധാനവും നന്മയും നിറഞ്ഞ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് സിസ്റ്റേഴ്സിനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാം ചുവട് പിടിച്ചുകൊണ്ട്, അവരോടെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ FCC തൃശ്ശൂർ പ്രൊവിൻസ് അസിസി വോയിസിലൂടെ കക്കുകളി എന്ന നാടകത്തിനെതിരെയുള്ള ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ക്ലാര കന്യാസ്ത്രീകൾ എന്നാണ് ജനങ്ങൾ ഞങ്ങളെ വിളിക്കാറ്. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ ലൂസി ചേച്ചിയുടെ സഭയിലെ സന്താനങ്ങൾ തന്നെയാണ് ഞങ്ങളും. ലൂസി ചേച്ചി ഉയർത്തിപ്പിടിച്ച ഒരുപാട് വിമർശനങ്ങളും വാദപ്രതിവാദങ്ങളും ചാനൽ ചർച്ചകൾക്കുമെല്ലാം ലൈക്കും ഷെയറും അടിച്ച് ലൂസി ചേച്ചിക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങളോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, ഇതേ നിയമാവലിയും ജീവിതചര്യയും ടൈം ടേബിളും ഒക്കെ ജീവിച്ച് വിശുദ്ധിയിൽ എത്തി നിൽക്കുന്ന വിശുദ്ധ അൽഫോൻസാമ്മയും വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിണി സിസ്റ്റർ റാണി മരിയായും ഒപ്പം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന 7000-ഓളം വരുന്ന FCC സിസ്റ്റേഴ്സും, ഇവർക്കൊന്നും ഇല്ലാത്ത പരാതിയും പരിഭവവും നിങ്ങൾക്ക് പിന്നെ എന്തിനാണ്? ആവിഷ്കാര സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കറിയാത്തതും അറിയാൻ ശ്രമിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുകയും വൈദിക ജീവിതത്തെക്കുറിച്ചും സന്യാസ ജീവിതത്തെക്കുറിച്ചും അർത്ഥിനികളാകാൻ കടന്നു വരുന്ന മക്കളെക്കുറിച്ചും ഇല്ലാത്തതെല്ലാം എഴുതിയുണ്ടാക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സന്യാസ ജീവിതത്തിലെ ശ്രേഷ്ഠത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? സന്യാസത്തിന്റെ ഉള്ളറകളിൽ സന്യാസിനിമാർ നടത്തുന്ന സ്നേഹ ശുശ്രൂഷകളെ കുറിച്ച് എന്തെങ്കിലും കണ്ടു മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? സന്യാസ ജീവിതത്തെക്കുറിച്ച് വർഷങ്ങളോളം പഠിച്ചറിഞ്ഞ് ശരിയായ അറിവോടും പൂർണ്ണ സമ്മതത്തോടും സ്വതന്ത്ര മനസ്സോടും കൂടി ഞങ്ങൾ തിരഞ്ഞെടുത്ത ഈ ജീവിതാന്തസ് വർഷങ്ങളോളം സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹോദരിമാരുടെ സ്നേഹ ശുശ്രൂഷ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. സന്യാസത്തിന്റെ ഉള്ളറകളിലെ ചില വേറിട്ട കാഴ്ചകൾ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. കക്കുകളിയിലൂടെ നിങ്ങൾ മുറിവേൽപ്പിച്ചത് തിരുസഭയുടെ ഹൃദയത്തെയാണ്. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ സന്യാസ ജീവിതത്തെ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ്: കത്തോലിക്ക തിരുസഭയുടെ ഹൃദയമാണ് സന്യാസ ജീവിതമെന്ന്. നിങ്ങളുടെ ഹൃദയത്തിന് ഒരു ബ്ലോക്കോ ചെറിയ തടസ്സമോ ഉണ്ടായാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ ചിന്തിക്കില്ലല്ലോ. ഉടനെ തന്നെ വേണ്ടത് ചെയ്ത് നിങ്ങൾ ഹൃദയത്തെ ഭദ്രമാക്കും. ശരീരത്തിൽ ഹൃദയത്തിന് എന്തുമാത്രം സ്ഥാനമുണ്ടോ അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ് കത്തോലിക്ക സഭയ്ക്ക് സന്യാസ ജീവിതവും. അതുകൊണ്ട് ഈ സന്യാസ ജീവിതത്തെ വലിച്ചിഴയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഒരു ചെറിയ ബോധ്യം നൽകാൻ സന്യാസത്തിന്റെ ചില വേറിട്ട കാഴ്ചകളിലേക്ക് നാം ഇന്നൊരു യാത്ര നടത്തുകയാണ്. ഈ യാത്രയിൽ എന്നോടൊപ്പം കട്ടയ്ക്ക് കൂട്ടായി നിങ്ങളും ഉണ്ടാകുമെന്ന ചങ്കൂറ്റത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ഈ യാത്ര ഒരുമിച്ച് ആരംഭിക്കാം. അതേ പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ആയിരിക്കുന്നത് പൂവഞ്ചിറയിലെ കരിസ്മ ഭവനത്തിലാണ്. ജീവിതത്തിന്റെ ഏതോ നിമിഷങ്ങളിൽ മനസ്സിന്റെ താളം തെറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരും ചേച്ചിമാരും അനുജത്തിമാരും വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയപ്പോൾ, വീട്ടിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഇവരെ നെഞ്ചിലേറ്റി സ്വന്തം അമ്മമാരെ പോലെ മക്കളെ പോലെ നോക്കി ശുശ്രൂഷിക്കുന്ന അമ്മമാരും പ്രിയപ്പെട്ടവരും അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇവർ ഇവിടെ സന്തോഷവതികളാണ്. ഇവർ ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഇവിടെ മറക്കുകയാണ്. ഇവർ പല സാഹചര്യങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും വന്നവരാണെങ്കിലും എല്ലാം മറന്ന് ഇവർ ഒരു കുടുംബം പോലെ ഇവിടെ ജീവിക്കുന്നു. ഇവരോടൊപ്പം നമുക്കും അല്പസമയം സന്തോഷിച്ചാലോ? സ്വന്തങ്ങളും ബന്ധങ്ങളും പോലും ഒരു നിമിഷം ശങ്കിച്ചു നിന്നപ്പോൾ
ഒട്ടും ശങ്കിക്കാതെ ഇവർ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇവരെ സ്വീകരിച്ച് ജടയും കുളിക്കാത്ത രൂപങ്ങളും അതൊന്നും പരിഗണിക്കാതെ ഇവരെ സ്വന്തമായി വാരിപ്പുണർന്ന് ദേ ഇതുപോലെ സുന്ദരികളാക്കി ഇവരിവിടെ മാറ്റി. ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശുശ്രൂഷ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് തിരിച്ചൊന്നും തന്നെ തിരിച്ചു തരാനായിട്ടില്ല. അവരുടെ നിഷ്കളങ്കമായ ചിരിയും അവരുടെ കൊഞ്ചലും ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റ് സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ച് വലിയൊരു ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പഠിപ്പിക്കുക എന്നതിലുപരിയായിട്ട് ഈ മക്കളോടൊത്തായിരിക്കുമ്പോൾ ഈശോ പറഞ്ഞ വചനമുണ്ടല്ലോ, എൻ്റെ ഈ എളിയ മക്കളിൽ ആർക്കെങ്കിലും ചെയ്തു കൊടുത്താൽ അതെനിക്ക് തന്നെയാണെന്നുള്ളത്. ആ ഒരു ഈശോയുടെ രൂപം ഈ മക്കളിൽ ഓരോരുത്തരിലും കണ്ടുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത്. പിന്നെ വളരെ നിഷ്കളങ്കരായ മക്കളാണ്. അവർ കുറച്ച് കുറുമ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് പുറമേ നോക്കുമ്പോൾ വാശി അങ്ങനത്തെ പല സ്വഭാവ പ്രത്യേകതകളുണ്ടെങ്കിലും ഈ മക്കളൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അവർക്ക് അത്രയ്ക്ക് ബുദ്ധിയുടെ കഴിവാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ, മനുഷ്യരുടെ മുന്നിൽ കുറേ കുറവുകൾ തോന്നിയാലും ദൈവത്തിൻ്റെ മുന്നിൽ അവരൊക്കെ മാലാഖമാരാണ്. ഈ മാലാഖമാരെ പ്രാർത്ഥിച്ച് ഈശോയോട് പറയുന്ന ഒരു കാര്യവും ഈശോ നിരസിക്കില്ല എന്ന് വളരെ വലിയ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അധ്വാനം ചിലപ്പോൾ ഈ മേഖലയിൽ വരുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കൊക്കെ പരിശീലനം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രെയിനൊക്കെ ഉണ്ട്. പക്ഷേ അവർ ചെറുതായൊരു വ്യത്യാസം അവരിൽ വരിക എന്ന് പറയുന്നത് അവരുടെ ഭാവി ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു കുഞ്ഞ് പഠിച്ചാൽ ആ കുട്ടിക്ക് ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ അത് കഴിക്കാനെങ്കിലും അതിന് കൊച്ചിന് കഴിയുമല്ലോ. അതുപോലെ ടോയ്ലറ്റ് ആവശ്യങ്ങൾ, ഏറ്റവും പേഴ്സണലായിട്ടുള്ള ഡ്രസ്സിങ്, അങ്ങനത്തെ കുളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ പഠിച്ചൊരുപാട് ഉയരത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നറിയാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു കുടുംബത്തിന് ഒരു ഭാരമായി തീരാതെ ഈ മക്കൾ സ്വന്തം കാര്യങ്ങളെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ള വലിയൊരു സംതൃപ്തി, പ്രതീക്ഷ, സന്തോഷം ഇതൊക്കെയാണ് നമുക്ക് ഈ ശുശ്രൂഷയുടെ മുന്നിലുള്ളത്. ഞങ്ങളുടെ മക്കൾ ഈ ലോകത്തിലോ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലോ, അവരായിരിക്കുന്ന സമൂഹത്തിലോ കുടുംബത്തിലോ ഒരു ബാധ്യതയായിട്ടാണ് പലപ്പോഴും മാറുന്നത്. ഞങ്ങളുടെ കൈകളിൽ വന്നതിന് ശേഷം അവരുടെ കഴിവുകളെ കണ്ടെത്തി ഇത്രയും മനോഹരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ അവരുടെ കരങ്ങളെ ദൈവം ശക്തിപ്പെടുത്തി. അത് ഞങ്ങളുടെ കരങ്ങളിലൂടെയാണെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. ഞങ്ങളുടെ ദൈവം തന്ന സമ്മാനമായ ഈ മക്കൾ ഉണ്ടാക്കിയവയാണ് ഇതെല്ലാം. ഇത് ഉണ്ടാക്കുന്നതിലൂടെ ഈ കുഞ്ഞു മക്കൾക്ക് അവർക്കൊരു ഏണിംഗ് മെമ്പറാണ് ഞാനെന്ന് ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. ആ സന്തോഷം അവരുടെ മുഖത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലോകത്തിലെ പാഴ്വസ്തുക്കൾ പോലെയാണ് ഈ മക്കൾ. പക്ഷേ ഈ പാഴ്വസ്തുക്കൾ കൊണ്ട് അവരുണ്ടാക്കിയ കുപ്പിയാണിത്. ഇത് ഇത്ര മനോഹരമായിരിക്കുന്നത് പോലെ അവരെയും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിനായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ ദൈവമാണ് മഹത്വപ്പെടുന്നത്. മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം. മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം. നീ എന്റെതെന്നും ഞാൻ നിന്റെതെന്നും പറയാതെ പറയുന്നു സൗഹൃദം സൗഹൃദം സൗഹൃദം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ആരംഭിച്ച യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ സന്യാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന കുഞ്ഞൻ ചെത്തിമാരാണിവർ. സന്യാസത്തെക്കുറിച്ചുള്ള ഇവരുടെ ബോധ്യം എന്താണെന്ന് നമുക്ക് ഈ സമയം ചോദിച്ചു മനസ്സിലാക്കാം. ഈ ന്യൂജൻ തലമുറയിലും ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾ പിന്തുടരുന്നത്, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളറിഞ്ഞ ഞങ്ങൾ ഈശോയെ പിൻചൊല്ലാനാണ്. അതൊരിക്കലും ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയല്ല. ഇന്ന് നടക്കുന്ന ഓരോ ശക്തികളും ഓരോ പ്രക്ഷോഭങ്ങളും ഞങ്ങളെ തകർക്കുകയല്ല, കൂടുതൽ ആ സ്നേഹത്തിലേക്ക് വളർത്തുകയാണ് ചെയ്യുന്നത്.
ഒന്നിനും ഞങ്ങളുടെ ഈ വിളിയെ തകർക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ യാത്രയിലൂടെ നാം കണ്ടത് 2 or 3 അപ്പസ്തോല മേഖലകൾ മാത്രമാണ്. ഇനിയും സന്യാസിനിമാർ ചെയ്യുന്ന ഒരുപാട് സ്നേഹ ശുശ്രൂഷകളുണ്ട്. അഗതി മന്ദിരങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കാനുള്ള പ്രത്യേകമായ ചില സ്ഥാപനങ്ങൾ, ആതുര ശുശ്രൂഷ രംഗങ്ങൾ, കൗൺസിലിംഗ് രംഗങ്ങൾ, കുടുംബ പ്രേക്ഷിതത്വം, അങ്ങനെ ഒരുപാട് സന്യാസിനിമാരുടെ സാന്നിധ്യമില്ലാത്ത ശുശ്രൂഷകൾ ഇല്ല എന്ന് തന്നെ പറയാം. നിങ്ങൾ എത്രയൊക്കെ താഴ്ത്തിക്കെട്ടി സന്യാസത്തെ സംസാരിച്ചാലും സന്യാസത്തിന് നിങ്ങൾക്ക് നന്മ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ജീവിതയാത്രയിൽ എന്നും കൂട്ടായി ഈ സന്യാസിനിമാർ ഉണ്ടായിരിക്കും.